വെൽക്കം ടു വയനാടൻ VSK ഫാമിലി. വയനാടൻ VSK ഫാമിലിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. അപ്പോൾ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിലെ ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടി കളർത്തിയിട്ട് ഞങ്ങളൊരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ അന്ന് ആളുടെ സൗണ്ട് പോയത് ഈ ഒരു ഒറ്റൊരു പോക്കിലാണ്. ഞങ്ങൾ ഓണത്തിൻ്റെ തലേദിവസം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് രാത്രിയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അങ്ങനെ പോയ പോക്കിലാണ് ചെറിയൊരു ചാറ്റമഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ ആളുടെ സൗണ്ട് പോയേ. ഇത് തലപ്പുഴ കേട്ടോ, തലപ്പുഴയാണ്. അപ്പോൾ ഇവിടെ ഓണച്ചന്തയിലാണ് ഞങ്ങൾ സാധനം മേടിക്കാൻ വന്നത്. അപ്പോൾ ഓണച്ചന്തയിൽ സാധനങ്ങളൊക്കെ മേടിച്ച് പിറ്റേ ദിവസമാണ് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോയത്. കണ്ടോ ഗൈസ്, ഒരാൾ പണിയില്ലാന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുക. 10 മണി കഴിഞ്ഞ് എന്നിട്ടും എണീക്കുന്നില്ല, നല്ല ഉറക്കാണ്. ഇന്ന് പണിയില്ലല്ലോ, ഞാൻ കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ പറഞ്ഞു ഞാൻ താമസിച്ചേ എണീക്കുള്ളൂ. കണ്ടോ, സത്യത്തിൽ ഈ കുരുപ്പി വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ഞാൻ കിടന്നുറങ്ങി, നല്ല ഉറക്കമായിരുന്നു, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അതിൽ കിടന്നുറങ്ങിയത് ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും ഞങ്ങൾ മാനന്തവാടിക്കാണ് മക്കൾക്കുള്ള ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ബഡ ബസാറിലേക്കാട്ടോ കയറിയത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയായിരുന്നു. ഞങ്ങൾ തലപ്പുഴ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബസ്സിന് മാനന്തവാടിക്ക് പോയായിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങൾ ബഡ ബസാറിൽ എത്തിയത് മാനന്തവാടിയാണ്. അങ്ങനെ അവിടെ വെച്ച് അച്ഛനും അമ്മേനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് വീഡിയോ എടുത്തു. അതിനിടയ്ക്ക് ഏട്ടനില്ലായിരുന്നു, ഏട്ടത്തിനെ കണ്ടായിരുന്നു. അവരെന്തോ ഡ്രസ്സ് മേടിക്കാനായിട്ട് വന്നപ്പോൾ ഡ്രസ്സ് മേടിക്കാനല്ല, ഡ്രസ്സ് മേടിച്ച് കഴിഞ്ഞപ്പോൾ അത് വലിപ്പം കൂടുതലെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി വന്നു. പിന്നെ പൂക്കളതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സെഞ്ചുറി എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചെണ്ടോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ദച്ചുമോന് ചെണ്ടാന്ന് ഭയങ്കര അവന് സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ അവനങ്ങനെ ചെണ്ടോട്ടൊക്കെ നോക്കുന്നു. പക്ഷേ വേറെ ആരുമല്ല, ഞാനൊരു ചെണ്ടക്കാരനാണ്. അപ്പോൾ എൻ്റെ ട്രൂപ്പിലുള്ള വ്യക്തികൾ തന്നെയാണ്, ചെക്കന്മാരാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗാന്ധി പാർക്കിലേക്കാട്ടോ പോയത്. അവിടെ കുറേ പൂക്കളൊക്കെ വിൽക്കുന്നത് ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ തന്നെ ഒരുപാടുണ്ടായിരുന്നു. എത്രത്തോളം ആൾക്കാരും കാര്യങ്ങളും ജനങ്ങളൊക്കെ ഇഷ്ടം പോലെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദച്ചുമോന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ദച്ചുമോന് പറ്റിയ ഡ്രസ്സൊന്നും എവിടെയും കിട്ടിയില്ലായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ കുറേ സ്ഥലത്ത് കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ദച്ചുമോന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ദച്ചുവാണെങ്കിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കും. പക്ഷേ അവൻ എന്താ വെച്ചാൽ മൊബൈൽ ഓൺ ആക്കുമ്പോൾ അങ്ങോട്ട് നോക്കി ചിരിക്കില്ല, എന്നെ പരിപാടി. ഇതാണ് ഗാന്ധി പാർക്ക് ടൗൺ കേട്ടോ. ഇത്രത്തോളം തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ എന്താ പറയുക 1.5 മണിക്കൂർ ബ്ലോക്കിൽ പെട്ടുപോയി ഒന്ന് പുറത്തിറങ്ങാനായിട്ട്. കാരണം വണ്ടി വെച്ചത് ഒരു ടൗണിൻ്റെ ഒത്ത നടുക്കല്ല, ഞങ്ങൾ മാറ്റിയ വണ്ടി വെച്ച്. എന്നാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഭയങ്കര പാടുപെട്ടു. അങ്ങനെ നേരെ തലപ്പുഴയ്ക്ക് പോവുക, സാധനങ്ങളൊക്കെ മേടിച്ച്. അച്ഛനും അമ്മയൊക്കെ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ തലപ്പുഴയ്ക്ക് പോവുക. തലപ്പുഴ പോയിട്ട് അപ്പോൾ പൂക്കളൊക്കെ തലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ തലപ്പുഴ എത്തി. പിന്നെ എന്താ പറയുക, വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ചായക്കടയിൽ കയറി. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കടയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെക്കന്മാർ തന്നെയാണ് എപ്പോഴും നമ്മൾ ചായ കുടിക്കുന്ന കടയാണ്. അവർ അത്രത്തോളം സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ അവിടെ നമുക്കൊരു ചായ കൊണ്ടുത്തന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ എൻ്റെ ചങ്ക് പ്രോയാണ്. അപ്പോൾ അവനാണ് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുത്തന്നത്. പിന്നെ അന്ന് അത്രയും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വീഡിയോ ഒക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അത്രത്തോളം തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇതായത്. പിറ്റേ ദിവസം നേരം വെളുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നേരെ അതിന് മുന്നേ വണ്ടിയിൽ എണ്ണയിലായിരുന്നു. അപ്പോൾ തലപ്പുഴയിൽ പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടി പോകട്ടോ. ശിവേനെ തലേദിവസം രാത്രി ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നേരെ പമ്പിലേക്ക് പോവാണ്. ഇതാണ് തലപ്പുഴ ടൗണ്. ഫുള്ള് എല്ലാ കടയടവാണ്. ഓണമായിട്ട് എല്ലാ കടയടവാണ്. അങ്ങനെ ലാസ്റ്റ് പമ്പിലെത്തിയപ്പോൾ പമ്പ് നമ്മൾ മുഞ്ചിച്ചു. എന്താ വെച്ചാൽ തിരുവോണമായിട്ട് പമ്പ് അടവ്. അപ്പോൾ ആകെ പെട്ട ഒരവസ്ഥ. കാറിൽ ഒരു തുള്ളി എണ്ണയും ഇല്ല. തിരുവോണമായിട്ട് ഓക്കെ പിന്നെ തുറക്കൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒട്ടും നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമേൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടായിരുന്നു. നമ്മുടെ 3 സ്റ്റാർ ഇൻ വയനാട് എന്ന വ്ളോഗിങ് ചെയ്യുന്ന അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിന്നത്. അപ്പോൾ പിന്നെ എണ്ണ അടിച്ചിട്ടില്ല പോകുന്നുള്ളൂ. ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ വീട്ടിലേക്ക് പോണ വഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. തീരെ ഞാൻ വെക്കുന്ന വഴിക്ക് തന്നെ വേറൊരാൾ കൊണ്ടിട്ട് വണ്ടി വെച്ചു. അതുകൊണ്ട് എനിക്ക് അവിടെ വെക്കാൻ പറ്റില്ല. നേരെ താഴെ കൊണ്ട് വെക്കുകയത്.
ഇതാണ് വീട്ടിലേക്ക് വണ്ടി എത്തൂല, ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാനായിട്ട്. അങ്ങനെ വയലിൻ്റെ അക്കരെ കേട്ടോ വീട്, കുറേ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, വേനൽക്കാലമൊക്കെ ആയാൽ അടിപൊളിയാണ്. എന്നുവെച്ചാൽ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്, മരയൊക്കെ കടന്നുറങ്ങാനൊക്കെ പറ്റും. ഫുള്ള് ഇതൊക്കെയാണ്. പിന്നെന്ന് വെച്ചാൽ ഇതുണ്ടോ, പോണ വഴിക്ക് ഓരോ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ചവിട്ടിയിട്ട് വേണം പോകാനായിട്ട്. എൻ്റെ ഫുള്ള് ചാലിലോ അല്ലെങ്കിൽ അല്ല ചെടിയൊക്കെ ആവും, മൊത്തത്തിൽ അവസ്ഥയാവും. പിന്നെ ഇതാണ് വീട്ടിലേക്ക് പോണ വഴി. ആ നേരെ മേലെ കാണുന്നതാണ് എൻ്റെ വീട്. തൊട്ടടുത്ത് ഈ കാണുന്നത് ഏട്ടൻ്റെ വീടാണ്. ഏട്ടനൊന്നും അവിടെ ഇല്ലായിരുന്നു, ഏട്ടനൊക്കെ ഓണമായിട്ട് ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇത് ഷെഡാട്ടോ, അടുക്കളയൊക്കെ. അപ്പോൾ വീട്ടിൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, വീടിൻ്റെ പണി. അപ്പോൾ അടുക്കള സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാർത്ത് കെട്ടിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അമ്മ അവിടെ എന്താ പറയുക, ഞങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു, ഫുഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ. എല്ലാ കൂട്ടങ്ങളും ഉണ്ട്, എന്തൊക്കെയാണെന്ന് എനിക്കും അറിയത്തില്ല. ഇത് നമ്മൾ വീട്ടിലിട്ട അത്തം കേട്ടോ, ശിവയും അമ്മയും കൂടെ ഇട്ടതാണ്. അങ്ങനെ രജുമോൻ വന്നപ്പോൾ തന്നെ ശിവ ഓടി വന്ന് അവനെ എടുത്ത് ഇതാക്കിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് എത്തി. എന്തൊക്കെയോ സാധനമുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ കാളനോ തീയലോ അങ്ങനെ കൂട്ടാനോ കുറേ പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ തന്നെ ആയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാഴയിലിൽ ഇപ്പം അതുപോലെ ഫുഡൊക്കെ വിളമ്പി, ഓണവും വിഷുവൊക്കെ വരുമ്പോൾ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇത് അച്ഛനാണ് കേട്ടോ, അച്ഛൻ ചെറിയൊരു തരിപ്പിലേക്കാണ് ആൾ. ഓണമൊക്കെ അല്ലേ ഇത് നമ്മളൊരു പ്രധാന വ്യക്തിയാണ്. മോൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഞാനൊരു പ്രാവശ്യം കൊണ്ടു കൊടുത്താണ്. ആളിപ്പോൾ 2 വയസ്സായി, തക്കുടു എന്നാണ് പേര്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ചെങ്ങായി കാരണം എനിക്ക് 8ൻ്റെ പണി കിട്ടി. ഞാൻ മൂപ്പരെ കൂട്ടി നിന്ന് മെല്ലെ നൈസായിട്ട് തുടലൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാട്ടമൊക്കെ ആടിയപ്പോൾ തുടലിൽ നിന്ന് എന്താ പറയുക, കഴുത്തിൽ നിന്ന് തുടൽ വിട്ടങ്ങ് പോയി. പിന്നെ ഇതിനെ പിടിക്കാനായിട്ട് ഓട്ടം തന്നെയായിരുന്നു. അതിനിടയ്ക്ക് കണ്ടോ അവളുടെ മേത്തേക്കൊക്കെ ചാടി കയറുകയൊക്കെ ചെയ്യുന്നു. ഭയങ്കര സ്നേഹപ്രകടനം. ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് തുടൽ വിട്ടുവാണേ, ജസ്റ്റ് അത് സ്ലോ മോഷൻ ആക്കിയിട്ട് ഒരു വീഡിയോ ഉണ്ട്, കണ്ടു നോക്കിയൊക്കെ. കറക്റ്റ് മൂപ്പര് ചാടിയപ്പോൾ കഴുത്തിൽ നിന്ന് അങ്ങ് ഊരി അങ്ങ് പോയി നൈസായിട്ട്. പിന്നെ മൊത്തം എനിക്ക് പണിയാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഇവനെ തപ്പി റോഡ് വരച്ചെന്ന്. ഈ വഴി നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞങ്ങൾ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് വയൽ. അങ്ങനെ റോഡിൻ്റെ അവിടെ വരെ ഇവൻ ഓടി, ഇവൻ്റെ പുറകെ ഞാൻ ഓടി. ലാസ്റ്റ് പിടിച്ചോണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവൻ ആ പൂക്കളത്തിൽ കൂടെ സൈഡിൽ കൂടെ ഒക്കെ ഓടി വന്നപ്പോൾ ശിവ ഇട്ട പൂവൊക്കെ കൂടിയിട്ട് ആകെ നാശം. പിന്നെ അവളിരുന്നിട്ട് അതൊക്കെ എന്തൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്തായിരുന്നു. പിന്നെ തെച്ചുമോൻ എപ്പോഴും അമ്മേൻ്റെ കൂടെ തന്നെയായിരുന്നു. അമ്മ അങ്ങനെ പിച്ച വെച്ച് അടക്കാനും. പിന്നെ ഇപ്പം അതുപോലെ എല്ലാവർക്കും അറിയാലോ, ഓണവും വിഷുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. സെറ്റായ ഒരു ഫാമിലി ഫോട്ടോ, എല്ലാ കൊല്ലം ഫാമിലി ഫോട്ടോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തെച്ചുമോന് ഈ പൂക്കളൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് അവനെന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷമൊക്കെ. അപ്പോൾ ഒട്ടും പഠിച്ചില്ല, അമ്മ പോയിട്ട് എന്ത് ചെയ്തു, അവനങ്ങ് പൂക്കളത്തിനെ നടുക്കാൻ കിട്ടി. പിന്നെ ആളവിടെ കിടന്ന് വാരി പൂക്കളെല്ലാം കൂടെ എന്താ പറയുക വലിച്ചെറിഞ്ഞ് വേറെ ലെവലായി. പിന്നെ ഇത് പൂക്കളാണോ എന്തോന്നറിയില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് 2 വിരുന്നുകാരൊക്കെ വന്ന്, വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെയാണ്. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. ഇതെൻ്റെ ഏട്ടനാണ്, അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യുക ആൾ, പക്ഷേ ഭയങ്കര മടിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ക്യാമറേൻ്റെ മുന്നിലൊക്കെ വന്ന് പാടാൻ ഭയങ്കര മടിയാണ്. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഞങ്ങൾ ഒട്ടും മടിച്ചില്ല, നേരെ ശ്യാമേട്ടൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് നേരെ ഇറങ്ങി. ഇതാണ് അടുവത്തമ്പലം കേട്ടോ, വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്, വിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ നേരെ മാനന്തവാടിക്ക് പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. അങ്ങനെ മാനന്തവാടി ചെന്നിട്ട് എണ്ണ അടിച്ചിട്ട് വേണം നേരെ തലപ്പുഴയ്ക്ക് വരാനായിട്ട്. ഇത് തവിഞ്ഞാൽ എന്നുള്ളൊരു പള്ളിയാട്ടോ, അടിപൊളി പ്ലേസാണ്. ഒരു പ്രാവശ്യം ആ പള്ളിയിലേക്ക് തന്നെ പോയിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് സെറ്റായിട്ട് ഇത് കാണാം. ഇത് പമ്പ് ഞങ്ങൾ അവിടെ മൂഞ്ചിച്ച് കേസ്, കറക്റ്റ് എണ്ണ തീർന്ന് ഒരു രക്ഷയില്ലാണ്ടായിപ്പോയി. ലാസ്റ്റ് മാനന്തവാടി എത്തിയപ്പോൾ കണിയരമ്പം എത്തിയപ്പോൾ കറക്റ്റ് എണ്ണ തീർന്ന് അവിടെ മൂഞ്ചിച്ച്. മീറ്ററിലാണെങ്കിൽ ഒരു തുള്ളി എണ്ണയും പോലും ഇല്ല. അങ്ങനെ ഞങ്ങൾ മൂഞ്ചി കുത്തിയിരിക്കുന്ന അവസ്ഥയാണ്. പമ്പിൻ്റെ ഇവിടെ എത്തിയപ്പോൾ തന്നെ വണ്ടിയൊക്കെ എണ്ണ തീർന്നിട്ട്, പമ്പാണെങ്കിൽ ഇല്ല. അങ്ങനെ ആ പമ്പ് അടവ്
ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ച് അവൻ വേഗം കുറച്ച് എണ്ണയൊക്കെ കൊണ്ട് തന്ന്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു അവൻ ബൈക്ക് എടുത്തിട്ട് വന്നിട്ട് എണ്ണയൊക്കെ കൊണ്ട് തന്നെ. അങ്ങനെ 1 ലിറ്റർ എണ്ണ കിട്ടി. തൊട്ടപ്പുറം ഒരു പമ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ ചെന്നു. എണ്ണ എന്തായാലും അടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അവിടെ ചെന്നപ്പോൾ മുടിഞ്ഞ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ബ്ലോക്ക്, അത്രേ ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഇതായി. അവിടെ നിന്ന് എണ്ണയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യയായി. പിന്നെ ഇതിപ്പോൾ നേരെ ശ്യാമേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ. അവർ വീട്ടിലേക്ക് ഇറങ്ങുന്നതാണ്. അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. പകലൊക്കെ നല്ല രസം. ഫുള്ള് ചായത്തോട്ടത്തിലാണ് കേട്ടോ. ചായത്തോട്ടമാണ് ഈ മൊത്തം കാണുന്നത്. തേയില ചായത്തോട്ടമല്ല, ചായത്തോട്ടം നമ്മൾ പറയും, തേയില എന്നാണ് മൊത്തത്തിൽ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇത് അവരുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവരുടെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. 3 സ്റ്റാർ ഇൻ വയനാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ വീടാണിത്. അങ്ങനെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി ഓടി വന്നു. പിന്നെന്താ പറയുക, പിന്നെ അതുപോലെ ഫുഡ് കഴിക്കാൻ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ആ വീഡിയോ ഒന്നും എടുത്തില്ല. ശ്യാമേട്ടന് അവരുടെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയായതുകൊണ്ട് എന്ത് ചെയ്തു, നൈസായിട്ട് അങ്ങ് വീഡിയോ എടുത്തു. അങ്ങനെ ശ്യാമേട്ടനെ ഇതിലങ്ങ് ഉൾക്കൊള്ളിപ്പിച്ച്. ശ്യാമേട്ടൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ചെക്കൻ ശ്യാമേട്ടൻ കണ്ടപ്പം തന്നെ ശ്യാമേട്ടൻ്റെ കൂടെ പോയി. അവന് താടിയുള്ളവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ചേച്ചി കുറേ സാധനങ്ങളൊക്കെ വിളമ്പി തന്നു. എന്താണെന്നൊന്നും എനിക്ക് പേരല്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, മര്യാദയ്ക്ക് കഴിച്ചു. പിന്നെ അധികം കഴിക്കാനും പറ്റില്ല, കുറേ സ്ഥലത്ത് ഫുഡ് കഴിച്ചായിരുന്നു. ഇത് അവരിട്ട് ഓണപ്പൂക്കളാവട്ടോ. അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ വീട്ടിലേക്കല്ല, നേരെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എല്ലാ ഓണവും വിഷു എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നാൽ അവിടെയാണ് ഞങ്ങൾ കൂടുന്നത്. പിന്നെ പാട്ടായി ബഹളമായി. എല്ലാ കൊല്ലവും ഓണവും വിഷുവും വരുമ്പോൾ ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനിയുള്ള ഇതൊക്കെ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാനും എന്നാളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്നാളും 40 പേരും ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മഞ്ചൊന്നു കാണുവാൻ. ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മഞ്ഞൊന്നു കാണുവാൻ. എന്ന് മാത്രം എന്നാഗ്രഹങ്ങളെ കൂടി വെച്ചതെന്നോ എന്റെ കൽവിലെ. ഏട്ടന്മാരാട്ടോ, ഏട്ടന്മാരും മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ട്. എല്ലാം കുടുംബക്കാരൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് അവിടെ കൂടുന്നത്, പാട്ടും ബഹളമൊക്കെ ആയിട്ട്. അത്രയൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേരുകാരാ. ഓണവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.